മച്ചാന്മാരെ നല്ല കലക്ക മീനുകൾ അടിച്ചു നമ്മുടെ ബിജോ ചേട്ടൻ്റെ ചൂണ്ടയിൽ ജീവനുള്ള ചെമ്മീനിൽ നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയിരുന്നു. പക്ഷെ അത് മിസ്സായിരിക്കുകയാണ്. നല്ല ചിമിട്ട മീനാണ് കയറി അടിക്കുന്നത്. ജീവനുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുട്ടം വറ്റിയൊക്കെ ജീറ്റിയൊക്കെ നമുക്ക് ഇവിടുന്ന് കയറി അടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഈ പൊഴിമുഖത്തിലൂടെയാണ് ഈ കടലിലുള്ള സകല മീനുകളും വേട്ടയ്ക്കായിട്ട് കായലിൽ നിന്നും ആറ്റിലേക്കൊക്കെ പോവുക. അതുകൊണ്ട് തന്നെ അവർ പോകുന്ന വഴിക്ക് നമ്മുടെ ബേറ്റ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും കയറി അടിക്കും. രാവിലെ സമയത്തൊക്കെ ഏറ്റ സമയത്ത് നമുക്ക് ജീവനുള്ള ചെമ്മീനൊക്കെ ഇവിടെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മീൻ അടിച്ചു കയറ്റാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചെമ്പലുകൾ ഹമ്മൂർ പോലുള്ള മീനുകളൊക്കെ ജീവനുള്ള ചെമ്മീൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല. ഈ ജീവനുള്ള ചെമ്മീൻ നമ്മൾ ഹുക്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സദാസമയവും ഹുക്കിൽ കിടന്ന് ചാടിക്കളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവരുടെ കാലുകളും സദാസമയം വർക്കിംഗ് ആയിരിക്കും. ഈ ആക്ടിവിറ്റിയൊക്കെ നിരീക്ഷിച്ചാണ് നല്ല ചിമിട്ട മീനുകൾ അതിനൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ രമേശ് ചേട്ടൻ തെളിച്ചെമ്മീനാണ് ഉപയോഗിക്കുന്നത്. തെളിച്ചെമ്മീൻ ഇട്ടാലും നല്ല റിസൾട്ടാണ്. ഈ ചെമ്മീൻ്റെ ശരീരത്തിൽ ഒരു സ്മെല്ലുള്ള ദ്രാവകമുണ്ട്. അതുകൊണ്ട് തന്നെ ചെമ്മീൻ വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ ആ സ്മെല്ല് ഇവിടെ മുഴുവൻ സ്പ്രെഡാവും. ആ സ്മെല്ല് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രൊഡക്റ്റർ മീനുകൾക്കൊന്നും വെറുതെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. മടയിലിരിക്കുന്ന മീനുകൾ പോലും ഇറങ്ങി വന്നതിനെ സ്ട്രൈക്ക് ചെയ്യും. മച്ചന്മാരെ അങ്ങനെ നമുക്ക് ഒരു മറൈൻ അക്വേറിയം ഫിഷ് അടിച്ച് കയറിയിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള മീനാണിത്. ഇവനെ പിടിച്ച് ജീവനോടെ തന്നെ അക്വേറിയത്തിൽ കൊണ്ടിടുകയാണെങ്കിൽ പൊളിക്കും സംഭവം. മച്ചന്മാരെ മിജോ ചേട്ടൻ ജീവനുള്ള ചെമ്മീനിട്ട് വെയിറ്റിങ്ങിലാണ്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ രമേശ് ചേട്ടനും തെള്ളിച്ചെമ്മീനാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരുടെ ചൂണ്ടയിലാണ് അടുത്തടി പൊട്ടുകാതെ മാത്രം നോക്കിയാൽ മതി. ഫ്രൂട്ട് രണ്ടുപേരും ശരിക്കും നിരീക്ഷയാണ് നിൽക്കുന്നത്. ജീവനുള്ള ചെമ്മീനിലൊക്കെയാണ് കയറി അടിക്കുന്നതെങ്കിൽ നല്ല ചിമിട്ട മീനുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുത്ത് അവന് ചൂണ്ടയിൽ ലോക്കാക്കണം. നമ്മൾ ഹുക്കപ്പിൻ്റെ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാവാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ജീവനുള്ള ചെമ്മീൻ നല്ല പട ആക്റ്റീവാണ്. വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊക്കിയെടുക്കുമ്പോൾ തന്നെ അവൻ്റെ കാലുകൾ ചലനമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വെള്ളത്തിലുള്ളപ്പോഴും മീനുകൾ ഈ ജീവനുള്ള ചെമ്മീൻ ശരിക്കും നല്ല ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ അടി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തൊട്ടപ്പുറത്ത് തന്നെ രമേശ് ചേട്ടനും തെള്ളിച്ചെമ്മീൻ ഉപയോഗിച്ച് മാരക വേട്ടയാണ്. ആരുടെ ചൂണ്ടയിലാണ് ഇനി ആദ്യത്തെ അടി പൊട്ടുകാതെ മാത്രം നോക്കിയാൽ മതി. ഈ ചെമ്മീൻ ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന സമയത്താണ് നല്ല പട സൈസുള്ള മീനുകൾ പെട്ടെന്ന് തന്നെ അതിനെ കയറി സ്ട്രൈക്ക് ചെയ്യുക. നമുക്ക് ചെമ്മീൻ ഒരു വെയിറ്റ് ഇട്ട് വെള്ളത്തിൻ്റെ അടിയിൽ കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതുപോലൊരു ഫ്ലോട്ട് ഇട്ട് വെള്ളത്തിൻ്റെ മുകളിലായിട്ട് അല്പം പൊക്കി നിർത്താനായിട്ടും പറ്റും. രണ്ട് രീതിയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. വറ്റ പോലുള്ള മീനുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഫ്ലോട്ട് ഇട്ട് വെള്ളത്തിൻ്റെ മുകളിൽ നിർത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പൊഴിമുഖത്ത് നിന്ന് അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ രമേശ് ചേട്ടനും തെള്ളിച്ചെമ്മീനിട്ട് മാരക വേട്ടയിലാണ്. ശരിക്കും മീനുകൾ നമ്മുടെ ചൂണ്ടയെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. മച്ചന്മാരെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കൊരു ഒറ്റക്കുട്ടൻ അടിച്ച് കയറിയിരിക്കുകയാണ്. കടലിൽ നിന്ന് പുലപ്പായിട്ട് കയറി വരുന്നതാണ് ഇവർ. പൊഴിമുഖങ്ങളിലൂടെ നേരെ നമ്മുടെ ആറ്റിൽ വരെ ഇവന്മാരെത്തും കായലിലൂടെ. മച്ചന്മാരെ തകർപ്പം വേട്ടയാണ് ഇവിടെ നമ്മുടെ ചൂണ്ടപ്പുള്ളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്ക മീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഇവിടുന്ന് കയറി പിടിക്കാം. ജീവനുള്ള ചെമ്മീനും അതുപോലെ തന്നെ ചത്ത ചെമ്മീനും ഇട്ടാണ് നമ്മൾ ചൂണ്ടക്കാരുടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിച്ചു നമ്മുടെ സബ്ജൻ്റെ ചൂണ്ടയിൽ മീൻ അടിച്ചിരിക്കുകയാണ്. എന്ത് മീനാണെന്ന് അറിയില്ല. പൊങ്ങിട്ടില്ല നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്. ചെപ്പേരി ഒരു കലക്കൻ ചെപ്പേരിയാണ് അടിച്ച് കയറിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല. നല്ല തീപ്പൊരി ഹുക്കപ്പാണ് നമ്മൾ സംശയം കൊടുത്തത്. അവിടെ നിന്ന് ഓടാനുള്ള സമയം പോലും കിട്ടിയില്ല. കറക്റ്റായിട്ട് മീൻ ലോക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ചെപ്പേരിനെ കൊല്ലിയിലേക്ക് മാറ്റുവാണ്.